നമസ്കാരം. ലൈവ് അറ്റ് 6ലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. വീണ്ടും ദേശീയപാത തകർന്നു. കൊല്ലം കൊട്ടിയത്ത് സംരക്ഷണ ഭിത്തി തകർന്നു വീണത് സർവീസ് റോഡിൽ. ഒഴിവായത് വൻ ദുരന്തം. കുടുങ്ങിയത് സ്കൂൾ ബസ് അടക്കം നിരവധി വാഹനങ്ങൾ. അടിയന്തരമായി അന്വേഷിക്കാൻ പൊതുമരാമത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി മന്ത്രി റിയാസ്. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ. ജാമ്യാപേക്ഷ ഹൈക്കോടതി നാളെ പരിഗണിക്കും. 9ാം ദിവസവും രാഹുൽ ഒളിവിൽ. രാഹുലിനെ പിടിക്കാൻ കഴിയാത്ത കേരള പോലീസോ? അറസ്റ്റ് വൈകിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ നീക്കമെന്ന് പ്രതിപക്ഷ നേതാവ്. രാഹുലിനെ ഒളിപ്പിക്കുന്നത് കോൺഗ്രസുകാരെന്ന് മുഖ്യമന്ത്രി. അതിലൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അങ്ങക്ക് അറിയായിരിക്കുമല്ലോ എവിടെയാണുള്ളതെന്ന്. അതൊന്ന് പറഞ്ഞാൽ മതി. അതവര് നേരെ പോയിട്ട് പിടിച്ചോളൂ. ഒരു പ്രശ്നമില്ല. തലേ ദിവസം ഈ പെൺകുട്ടി പരാതി കൊടുക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയായിരുന്നല്ലോ. ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ ഈ അറസ്റ്റ് നടക്കുമായിരുന്നല്ലോ. അറസ്റ്റ് ഒന്നും അല്ലെന്നേ അവരുടെ ആഗ്രഹം. ഇന്ത്യ സമാധാനത്തിന്റെ പക്ഷത്തെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മോദി പുടിൻ കൂടിക്കാഴ്ച പൂർത്തിയായി. ഒപ്പുവച്ചത് 8 കരാറുകളിൽ. മോദി അടുത്ത സുഹൃത്തെന്ന് പുടിൻ. പുടിന് റഷ്യൻ ഭാഷയിലെ ഭഗവത്ഗീത സമ്മാനിച്ചു മോദി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടി നടപടിയുണ്ടാകുമെന്ന് CPM. അന്വേഷണം ശരിയായ ദിശയിലെന്ന് പിണറായി. സ്വർണം കട്ടവരെ CPM സംരക്ഷിക്കുന്നുവെന്ന് VD സതീശൻ. K ജയകുമാറിനെതിരെ ഇരട്ട പദവി ആരോപണവുമായി ഡോക്ടർ ബി അശോക്. ഇൻഡിഗോ എയർലൈൻസിൽ പ്രതിസന്ധി. മുടങ്ങിയത് 700ഓളം സർവീസുകൾ. ദില്ലി വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം. അർദ്ധരാത്രി മുതൽ സർവീസുകൾ സാധാരണ നിലയിലേക്ക് എത്തുമെന്ന് ഇൻഡിഗോ. ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ട് വ്യോമയാന മന്ത്രാലയം. റിപ്പോ നിരക്ക് കുറച്ച് റിസർവ് ബാങ്ക്. 5.25% കുറച്ചു. ഭവന വാഹന വായ്പകളുടെ പലിശ കുറയും. RBI നടപടി പണപ്പെരുപ്പം താഴ്ന്നതിനെ തുടർന്ന്. ദേശീയപാത സംബന്ധിച്ച് വീണ്ടും ദുരന്ത വാർത്തയാണ്. കൊല്ലം കൊട്ടിയത്ത് നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിൽ മണ്ണ് ഇടിഞ്ഞ് താഴ്ന്നു. സൈഡ് വാൾ ചരിഞ്ഞു വീണ് സംരക്ഷണ ഭിത്തി തകർന്നു വീണ് സർവീസ് റോഡും തകർന്നു. സ്കൂൾ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ റോഡിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴും. ബസ്സിനുള്ളിൽ നിന്ന് കുട്ടികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയതുകൊണ്ട് വലിയ ദുരന്തമാണ് ഒഴിവായത്. സംഭവം ദേശീയപാത അതോറിറ്റിയുടെ കുറ്റകരമായ അനാസ്ഥയുടെ മറ്റൊരു ഉദാഹരണമാണെന്ന് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ MP കുറ്റപ്പെടുത്തി. നിർമ്മാണ പ്രവർത്തനത്തിന്റെ അപാകത തന്നെയാണിതെന്ന് GS ജയലാൽ MLA പറഞ്ഞു. തീർച്ചയായിട്ടും നിർമ്മാണത്തിൽ അപാകത തന്നെയാണ്. അതായത് നമ്മുടെ നാട്ടില് സാധാരണ ഒരു 3 നില കെട്ടിടം ചെയ്യുമ്പോൾ പോലും നല്ലതുപോലെ സോയിൽ ടെസ്റ്റ് നടത്തി അതിനാവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയാണ് അതിന്റെ കെട്ടിടം ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത ഇതൊരു ചതുപ്പ് സ്ഥലമാണ്. ആ ചതുപ്പ് സ്ഥലത്തെ പ്രത്യേകത മനസ്സിലാക്കാതെ ഇതിന്റെ ഡിസൈൻ തയ്യാറാക്കി ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കാം ഉണ്ടായത്. ഇത് കേരളത്തില് പലയിടത്തും സംഭവിക്കുകയാണ്. ഇപ്പം ജനങ്ങളെല്ലാം ആശങ്കയിലാണ്. നിർമ്മാണ പ്രവർത്തനത്തിന്റെ അഭാവം തന്നെയാണിത്. അത് ബന്ധപ്പെട്ട ഏജൻസിയെയും കേന്ദ്ര ഗവൺമെന്റും അതിന്റെ സംവിധാനങ്ങളും ഗൗരവമായി പരിശോധിക്കണം. ജനങ്ങൾ എങ്ങനെ യാത്ര ചെയ്യുമെന്നുള്ളതാണ്. എല്ലാവരും യോജിച്ച് സഹകരിക്കുന്നുണ്ട്. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നാട്ടുകാർക്കുണ്ട് ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. പക്ഷെ ആ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് ഇതുമായിട്ട് സഹകരിക്കുന്നത് നാട്ടിൽ നല്ലൊരു പാത വരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആ പാതയിലൂടെ യാത്ര ചെയ്താൽ മനുഷ്യജീവൻ വിലയുണ്ടാകില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ നടപടിയെടുക്കണ്ടേ? ഇതിപ്പം സ്കൂൾ ബസ് ഉണ്ടായിരുന്നു അവിടെ തൊട്ടടുത്ത്. ഇത് റോഡ് ഉദ്ഘാടനം ചെയ്തിട്ടാണ് പോകുന്നെങ്കിൽ തന്നെ എന്താകുമായിരുന്നു സ്ഥിതി? കൂരിയാടും അത് തന്നെയല്ലേ സ്ഥിതി, തുറവൂരിലും അത് തന്നെയല്ലേ സ്ഥിതി? ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിൽ നിസ്സംഗതയാണ്. ദേശീയപാത അതോറിറ്റിക്കെതിരായിട്ട് ഞങ്ങൾ ശക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചാൽ ആ ചൂണ്ടിക്കാണിക്കുന്നവരെ ആക്രമിക്കലാണ് സംസ്ഥാന സർക്കാരിന്റെ ജോലി. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവന്റെ വില കൽപ്പിക്കുമ്പോൾ ആ ജീവന്റെ വില കണക്കിലെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വമല്ലേ? ഇവിടെ അവർ പൂർണ്ണമായിട്ട് അവർക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ റോഡങ്ങ് ഉദ്ഘാടനം ചെയ്ത് കാണിച്ചു കൊടുക്കണം. റോഡ് ഉദ്ഘാടനം ചെയ്യട്ടെ, അതിന് പ്രശ്നമില്ല. പക്ഷേ റോഡ് ഉദ്ഘാടനം ചെയ്യുമ്പം സുരക്ഷയുള്ള റോഡാക്കണ്ടേ? അതിനവർ ഇടപെടണ്ടേ?
ആ ഇടപെടൽ പോലും നടത്താൻ എന്തുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് തയ്യാറാവുന്നില്ല? ഇത് ഒന്നിനു പിറകെ ഒന്നായി അപകടം വരുമ്പോൾ ഒരു പേരിനൊരു പ്രസ്താവന കൊടുക്കും, അല്ലെങ്കിൽ പ്രസ്താവന കൊടുക്കുന്ന ആളെ നേരെ കുതിര കയറും. ഇതിന് പകരം സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു ജോലി അവർ ചെയ്യുന്നില്ല. ഇതിന് വൻ അഴിമതികളാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ആവർത്തിക്കുകയാണ്. ദേശീയപാത നിർമ്മാണത്തിൽ ക്വാളിറ്റി ഇല്ല, ക്വാളിറ്റി കണക്കെടുക്കാത്തവണ്ണം എല്ലാം അഴിമതി നിറഞ്ഞ നിർമ്മാണ പ്രവൃത്തികളാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ പപ്പടം പൊടിയുന്നത് പോലെ റോഡ് തകർന്നു വീഴുന്നത്. ഈ അഴിമതിയിൽ സംസ്ഥാന സർക്കാർ മൂടിവെക്കാൻ ശ്രമിക്കുകയാണ്. അവർക്കത് പങ്കുണ്ടാവും. കേന്ദ്രത്തിന്റെ ദേശീയപാത അതോറിറ്റി ഭാഗത്തുള്ള കുറ്റകരമായ കാര്യമാണ്. ചെറിയ വാഹനങ്ങള് കണ്ണാലൂർ ജംഗ്ഷനിൽ നിന്ന് കാറ്റാടി മുക്ക് വഴി മൈലക്കാട് ജംഗ്ഷനിൽ വന്ന് കയറത്തക്ക രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. കരുനാഗപ്പള്ളി ഭാഗത്തു നിന്ന് വരുന്ന വെഹിക്കിൾസ് KMML വഴി വലിയ വെഹിക്കിൾ ഹെവി വെഹിക്കിൾസ് ഭരണിക്കാവ്, കുണ്ടറ, കൊട്ടാരക്കര വഴി തിരുവനന്തപുരത്തേക്ക് പോകണം. NHI ഉദ്യോഗസ്ഥർ ഇപ്പോൾ വരുന്നുണ്ട്. ഇവിടെ ഈ സ്പോട്ടിലേക്ക് വരും. അതിന്റെ റീജിയണൽ ഓഫീസറും പ്രോജക്ട് ഡയറക്ടറും ഒരു 15 മിനിറ്റിനകം എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവരെത്തട്ടെ. എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശിവാലയമായിട്ട് ഞാൻ സംസാരിച്ചില്ല. അവർക്കിപ്പം മറുപടി പറയാൻ പറ്റില്ല. ഇത് പരിശോധിക്കേണ്ടതാണ്. എസ് വിനീഷ് ചേരുന്നു വിവരങ്ങളുമായി. വിനീഷ്, ആവർത്തിക്കുന്ന ദുരന്തങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. വലിയ തരത്തിലുള്ള ഒരു ദുരന്തം ഒഴിവായിരിക്കുന്നു. സ്കൂൾ കുട്ടികളടക്കം ഉള്ള ഒരു ബസ് പോലും അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ഈ ദൃശ്യങ്ങൾ. ദേശീയപാത അതോറിറ്റി സ്ഥലത്തെത്തും എന്നുള്ള സൂചനകളുണ്ടായിരുന്നു. അവർ സ്ഥലത്തെത്തിയോ? നിർദ്ദേശം പൊതുമരാമത്ത് സെക്രട്ടറിക്ക് അന്വേഷണത്തിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു സംസ്ഥാനത്തിന്റെ മന്ത്രി. ഇതിനപ്പുറത്തേക്ക് ഇത് എത്രത്തോളം ഗൗരവകരമായ ഒരു സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്? എത്ര വലിയ ദുരന്തമാണ് യഥാർത്ഥത്തിൽ ഒഴിവായത്? തീർച്ചയായും അപർണ, വലിയ ഒരു ദുരന്തമാണ് ഒഴിവായത്. ദൃശ്യങ്ങൾ തന്നെ ഭീകരമാണ്. നമുക്കറിയാം, ചില ഹോളിവുഡ് സിനിമകൾ കാണുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമ്മുടെ കൺമുന്നിൽ കാണേണ്ടി വരുന്ന വലിയൊരു അവസ്ഥ. ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. അതിൽ ഒരു സ്കൂൾ ബസ്സും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്കൂൾ ബസ്സിൽ നിറയെ വിദ്യാർത്ഥികൾ, കുട്ടികളാണ്, കുരുന്നുകളായിരുന്നു. 30 കുട്ടികളോളം ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. പക്ഷേ ഇവരെല്ലാം സുരക്ഷിതമായിട്ട് മാറ്റാൻ സാധിച്ചു എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. പറഞ്ഞാൽ ഇതൊരു 4 മണിക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത്. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നത് സർവീസ് റോഡാണ്. സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടന്നുപോയ സമയത്തായിരുന്നു റോഡ് വിണ്ടുകീറി വലിയ രീതിയിലുള്ളൊരു അപകട രീതിയിലേക്ക് എത്തിയത്, അപകട സാഹചര്യത്തിലെത്തിയത്. മുകളിൽ നിന്നും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരു ഉയരമുള്ള ഒരു ഭാഗം. ഇവിടെ നിന്നും മണ്ണ് താഴേക്ക് ഇടുകയും സംരക്ഷണ ഭിത്തി തകർന്നു വീഴുകയും ചെയ്തു. തുടർന്നാണ് ആ റോഡ് വിണ്ടുകീറിയത്. ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. വലിയൊരു കുഴി കാണാൻ കഴിയുന്നുണ്ട്. ഈ വലിയ ഗർത്തം രൂപപ്പെട്ടതോടുകൂടി മണ്ണ് താഴേക്ക് വരികയും അങ്ങനെ ഈ റോഡിലേക്ക് വന്ന് റോഡിന്റെ താഴ്ഭാഗത്തെ മണ്ണൊലിച്ച് പോയത് കൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു റോഡ് വിണ്ടുകീറി അപകടം ഉണ്ടായതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ആശ്വാസകരമെന്ന് പറയാൻ ആളപായമൊന്നും തന്നെയില്ല. വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. മറ്റു വാഹനങ്ങളെല്ലാം തന്നെ വഴിതിരിച്ചു വിടുകയാണ്. അവർ തിരുവനന്തപുരത്ത് നിന്നും കൊല്ലം ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ വഴിതിരിച്ചു വിടുന്നുണ്ട്. ഗതാഗതം ആ രീതിയിൽ സുഖമായി നടക്കുന്നുണ്ടെങ്കിൽ പോലും. വിനീഷ്, ഞാൻ തിരികെ എത്താം. മുൻ മന്ത്രി NK പ്രേമചന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ NK പ്രേമചന്ദ്രൻ, ആവർത്തിക്കുന്ന ദുരന്തങ്ങൾ വീണ്ടും ദേശീയപാതയിൽ. ഇത് ദേശീയപാത അതോറിറ്റിയുടെ വീഴ്ചയാണെന്ന് സംസ്ഥാന സർക്കാരും അതേസമയം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തുന്നുവെന്ന് UDF പറയുന്നൊരു സമയമാണ്. ഏത് തരത്തിലാണ് താങ്കൾ ഈ കൊട്ടിയത്തുണ്ടായ ഈ വിഷയം എത്ര ഗൗരവകരമാണെന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? കൊട്ടിയത്തിനടുത്ത് മൈലക്കാട് ഇറക്കത്തുണ്ടായിട്ടുള്ള ഈ അപകടം വളരെ ഗൗരവതരമായ ആശങ്കയാണ് ഇതിന്റെ നിർമ്മാണത്തെ സംബന്ധിച്ചുണ്ടാക്കുന്നത്. കാരണം നാഷണൽ ഹൈവേ 66ന്റെ വിവിധ സ്ഥലങ്ങളിൽ സമാന സ്വഭാവത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായത് ഇതിനകം തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. പക്ഷെ അതൊക്കെ ബഹുമാനപ്പെട്ട മന്ത്രാലയത്തിന്റെയും കേന്ദ്രമന്ത്രിയുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും നിരവധി വിദഗ്ധ സംഘങ്ങൾ വന്ന് പരിശോധന നടത്തിയിട്ട് പോലും കാര്യമായ പ്രയോജനമില്ല എന്ന് തെളിയിക്കുന്നതാണ് സത്യത്തിൽ ഇന്ന് നടന്നിട്ടുള്ള അപകടം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം 20-25 അടി ഉയരത്തിൽ വലിയ ഉയരത്തിലുള്ള ഉയരപ്പാത നിർമ്മിക്കുക, മണ്ണിട്ട് ഫില്ല് ചെയ്ത് ഇരുവശവും റീറ്റെയിനിങ് വാൾ കൊണ്ട് മണ്ണ് ഫില്ല് ചെയ്തുകൊണ്ടുള്ള ഈ ഉയരപ്പാതയുടെ തന്നെ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു അത്തരം സ്ഥലങ്ങളിലൊക്കെ എലിവേറ്റഡ് കോൺക്രീറ്റ് ഹൈവേ ആണ് സത്യത്തിൽ ആവശ്യം. നമുക്കതിന്റെ സാങ്കേതികത്വത്തെ സംബന്ധിച്ചൊന്നും അറിയില്ലെങ്കിൽ പോലും നിർഭാഗ്യവശാൽ അത് ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, നാടിനെ വെട്ടിമുറിച്ച് വന്നതിന് സൃഷ്ടിച്ചുകൊണ്ടാണ് പല സ്ഥലത്ത് ഡിസൈനിങ് നിർമ്മാണത്തിലാണ്
ആ അവസരത്തിൽ വളരെ വ്യക്തമായ നാഷണലായി അപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഈ ഉയരപ്പാതയുടെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ച് സമഗ്രമായ പരിശോധനയും വിദഗ്ധമായിട്ടുള്ള ശാസ്ത്രീയമായ നിലയിലുള്ള പഠനവും നടത്തിയതിനു ശേഷം ആവശ്യമെങ്കിൽ ഉയരപ്പാതകളുള്ള സ്ഥലങ്ങളിൽ എലിവേറ്റഡ് പില്ലറിൽ തീർത്ത എലിവേറ്റഡ് കോൺക്രീറ്റ് ഹൈവേ നിർമ്മിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിക്കണം. ഇന്ന് വലിയ ഉണ്ടാകേണ്ടതായിരുന്നു. ഞാൻ സംഭവ സ്ഥലത്തേക്ക് പോകുന്നതേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് കിഴക്കൻ മേഖലയിലായിരുന്നു. ഞാനിപ്പോ സംഭവ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ വലിയ ദുരന്തമാണ് സത്യത്തിൽ ഒഴിവായത്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അപകടത്തിൽപ്പെടേണ്ടതായിരുന്നു. ഭാഗ്യവശാൽ അത് ഒഴിവായി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ആശ്വാസകരമാണ്. പക്ഷെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇപ്പോ വാഹനങ്ങൾ ഓടിത്തുടങ്ങിയിട്ടില്ല. ഈ ഉയരപ്പാതയിലൂടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങാത്ത സാഹചര്യത്തിലാണ് ഇത്രയും വലിയ ദുരന്തം ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ വാഹനങ്ങൾ ഓടിത്തുടങ്ങി ഇരുത്തം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടത്തിന്റെ സാധ്യത വലുതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത്തരമൊരു പശ്ചാത്തലത്തിൽ തീർച്ചയായും ഈ കാര്യത്തിൽ വിദഗ്ധമായ പരിശോധനയും അന്വേഷണവും നടത്തി ഉചിതമായ നടപടികൾ സ്വീകരിക്കണം. ഇതിനകം തന്നെ കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിക്കും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അടങ്ങിയ നിവേദനം ഇമെയിൽ മുഖാന്തരം അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടും വിദഗ്ധമായിട്ടുള്ള പരിശോധന ആവശ്യപ്പെട്ടുകൊണ്ടും ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമുള്ള നിവേദനം ഇമെയിൽ മുഖാന്തരം ഇതിനകം തന്നെ കേന്ദ്ര മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർക്കും ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണമെന്നുള്ള നിർദ്ദേശം സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഇത് സുരക്ഷ ഉറപ്പാക്കേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിന് വേണമെന്ന് UDF ആവർത്തിച്ചു പറയുന്നത് എന്തുകൊണ്ടാണ്? ഞാനിപ്പോ ഒരു ബ്ലെയിം ഗെയിമിന് തയ്യാറാകുന്നില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ വളരെ അനിവാര്യമായിട്ടുള്ളത്, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ കാര്യത്തെ സംബന്ധിച്ച് ഒരു വിദഗ്ധമായ പരിശോധനയും അന്വേഷണവും നടത്തണം. ഈ ഉയരപ്പാത വലിയ ഉയരത്തിലുള്ള ഇത്തരം പാതകൾ സുരക്ഷിതമായി ഘടനാപരമായി സുരക്ഷിതമായി നിലനിൽക്കുന്നതാണോ? അതാണ് മൗലികമായി ഈ കാര്യത്തിൽ പരിശോധിക്കേണ്ട വിഷയം. അതിന് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തയ്യാറാകണം. സംസ്ഥാന ഗവൺമെന്റ് എങ്ങനെയാണ് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുന്നത്? മാത്രവുമല്ല, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഒരിക്കൽ പറഞ്ഞതെന്താണ് നമുക്ക് എല്ലാവർക്കും ഓർമ്മയില്ല. ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഇത് കൃത്യമായി ഇതിന്റെ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇതിന്റെ സ്ട്രക്ചറിൽ തൊട്ട് നോക്കിയിട്ടാണ് ഞങ്ങൾ ഇതിന്റെ സുരക്ഷിതത്വം പരിശോധിക്കുന്നത് എന്നാണ് മുഹമ്മദ് റിയാസ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞത്. നിങ്ങളുടെ വിഷ്വൽസ് നോക്കിയാൽ, ലൈബ്രറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പൊ ഇത് സംസ്ഥാന ഗവൺമെന്റിന്റെ മോണിറ്ററിംഗിലാണ്, മേൽനോട്ടത്തിലാണ് ഇതിന്റെ ആകെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് മന്ത്രി സൂചിപ്പിച്ചത്. അദ്ദേഹം നമ്മൾ തൊട്ട് നോക്കി ഇതിന്റെ സുരക്ഷിതത്വം മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ നീക്കുന്നതെന്നും ആഴ്ചയിൽ ഒരിക്കൽ ഇത് റീച്ച് ബൈ റീച്ച് ആയിട്ട് ഞങ്ങൾ ഇതിന്റെ ശരിയായ ഇവാലുവേഷനും മോണിറ്ററിംഗും നടത്തുന്നുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത്. അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കഴിയുക? അപ്പൊ ഉത്തരവാദിത്വം ആർക്ക് എന്നുള്ളതല്ല പ്രശ്നം. ഏതായാലും ഉത്തരവാദിത്വം ഗവൺമെന്റിന് തന്നെയാണ്. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും ഇത്തരം കാര്യങ്ങളിൽ ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള തർക്ക വിതർക്കങ്ങളിലേക്കല്ല പോകേണ്ടത്. ഈ കാര്യത്തിൽ അടിയന്തരമായ ഒരു ഉന്നതതല ചർച്ച നടത്തണം. ഈ ഉയരപ്പാതയുടെ നിർമ്മാണത്തിൽ അശാസ്ത്രീയതയെ സംബന്ധിച്ചുള്ള വിദഗ്ധ പരിശോധനയും ബദൽ പരിഹാര മാർഗവും ഉണ്ടാക്കുക എന്നുള്ളതാണ് കരണീയമായ മാർഗം എന്നാണ് എന്റെ കൃത്യമായ വിലയിരുത്തൽ അല്ലെങ്കിൽ അഭിപ്രായം. നന്ദി. MP ശ്രീ N K പ്രേമചന്ദ്രനാണ് പ്രതികരിച്ചത്. ഇതിനകത്തൊരു ബ്ലെയിം ഗെയിമിന് താൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും ഇതിനകത്ത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികളിലേക്ക് എന്തുകൊണ്ട് കടക്കുന്നില്ല എന്നുള്ള ആരോപണം UDF നേതാക്കളുടെ ഭാഗത്തും ഉണ്ട് താനും. അതേസമയം ദേശീയപാത അതോറിറ്റിക്കുണ്ടായ വീഴ്ച അന്വേഷിക്കാനുള്ള നിർദ്ദേശമാണ് സംസ്ഥാനത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസ് നൽകുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ബലാത്സംഗ കേസിൽ 9ാം ദിവസവും ഒളിവിൽ തുടർന്ന പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെയാണ് രാഹുലിന്റെ നീക്കം. മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. അതേസമയം രാഹുലിനെതിരായ രണ്ടാമത്തെ കേസിൽ AG പൂങ്കുഴലി അന്വേഷണം നടത്തും. ബംഗളൂരുവിലുള്ള പരാതിക്കാരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്താനാണ് നീക്കം. തിരുവനന്തപുരത്ത് നിന്ന്
ഡാൻ കുര്യനും കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനും ചേരുന്നു. ആദ്യം ഡാൻ, ഏത് തരത്തിലാണ് രാഹുലിന്റെ നീക്കങ്ങൾ എന്നുള്ള വിവരമാണ് വരുന്നത്? പ്രത്യേകിച്ച് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് തടയണം എന്നുള്ള ആവശ്യം പോലും രാഹുൽ ഉന്നയിച്ചിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ 9ാം ദിവസവും ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് രാഹുൽ നടത്തുന്ന ആ നിയമ നീക്കങ്ങൾ ഏത് തരത്തിലാണ്? അഭിഭാഷകന്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഉയർത്തിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്നുവെന്നൊരു വാദം എത്ര കണ്ട് ഉന്നയിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കാരണം അത് വെറുമൊരു ആരോപണം മാത്രമായി തള്ളിക്കളയുകയാണ് കോൺഗ്രസ് നേതൃത്വം. കാരണം പാർട്ടിക്ക് ഈ ഒരു ആരോപണം ഉയർന്നതിന് പിന്നാലെ ആ ആരോപണ വിധേയനെതിരെ ചെയ്യാൻ കഴിയുന്ന പരമാവധി നടപടി തന്നെ കോൺഗ്രസ് നേതൃത്വം ദേശീയ നേതൃത്വത്തിന്റെ അറിവോടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ശേഷിക്കുന്ന കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്, നിയമപരമായി മുമ്പോട്ട് പോകേണ്ടത് സർക്കാരാണ്, അല്ലെങ്കിൽ പോലീസ് സംവിധാനമാണ്. രാഹുൽ ഇത്രയും ദിവസം ഒളിവിൽ കഴിയുന്നത് തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് വരുന്ന അനാസ്ഥയാണെന്നൊരു വിമർശനമാണ് കോൺഗ്രസ് നേതൃത്വം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു നീക്കമാണ് മുഖ്യമന്ത്രി അടക്കം നടത്തിയിരിക്കുന്ന പ്രസ്താവനകളിലൂടെ. അതായത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുമ്പോഴും രഹസ്യമായി പാർട്ടിയിലെ ചില നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ചില ഇടപെടലുകൾ നടത്തുന്നു എന്ന വിമർശനം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഉന്നയിച്ചിരിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ പല പാതകളിലൂടെ സഞ്ചരിച്ച് പല സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിയുന്നു എന്ന വാദം പോലീസ് പൂർണ്ണമായി തള്ളിക്കളയുകയാണ്. നിലവിൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് കർണാടകയിലുള്ള ഒരു രഹസ്യ കേന്ദ്രത്തിൽ തുടർച്ചയായി രാഹുൽ അവിടെ തന്നെയാണ് ഈ ഒളിവിൽ കഴിയുന്നത്. കാരണം പുറത്തേക്കിറങ്ങിയാൽ ദേശീയ മാധ്യമങ്ങളടക്കം തുടർച്ചയായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയിലെ ആരോപണ വിധേയൻ അദ്ദേഹത്തെ കണ്ടാൽ തിരിച്ചറിയപ്പെടും. അതുകൊണ്ട് തന്നെ അദ്ദേഹം പരസ്യമായി ഏതെങ്കിലും ഒളിത്താവളങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. അദ്ദേഹം ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ മറ്റാരുടെയോ കൈവശം ഇരുന്ന് പല സ്ഥലങ്ങളിൽ അത് ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്ത് അന്വേഷണ സംഘത്തെ മിസ്ലീഡ് ചെയ്യാനുള്ള ഒരു നീക്കം നടത്തുന്നു എന്ന ഒരു വിലയിരുത്തലാണ് SIT ഉള്ളത്. കാരണം ഇന്നലെ സുള്ളിയിലാണ് അവസാനമായി ഈ ഫോൺ ഓണായിരിക്കുന്നത്. ഏതാണ്ട് 20 മിനിറ്റിലധികം സമയം ഈ ഫോൺ ഓണായിരുന്നു. പക്ഷെ അതിലേക്ക് ഫോൺ കോൾ ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്ത് വിടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് തന്നെയാണ് ഈ ഫോൺ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൈവശം ഇല്ല എന്ന ഏറെക്കുറെ ഉറപ്പിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്ന് അന്വേഷണ സംഘം അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുന്നത് ഈ കാരണം കൊണ്ടാണ്. എന്തായാലും സമഗ്രമായ അന്വേഷണം ഒരു വശത്ത് നടക്കുന്നു. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത് പരാതി ഉന്നയിച്ച യുവതിയുടെ ആരോപണങ്ങളിലെ പ്രത്യേക അന്വേഷണ സംഘം അതിന്റെ തുടർ നീക്കങ്ങളിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി പോലീസ് ആസ്ഥാനത്തെ AIG G. പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തിന് രൂപം നൽകിയിരിക്കുന്ന അടിയന്തരമായി ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം ഇവർ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. അതായത് എത്രയും പെട്ടെന്ന്, ഒരുപക്ഷെ ഹൈക്കോടതിയിൽ ഈ കേസ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ ഈ രണ്ടാമത്തെ കേസിലെ യുവതിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം ഉണ്ടാകും. കാരണം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പ്രോസിക്യൂഷന് വാദമുഖങ്ങൾ ശക്തമായി ഉയർത്തണമെങ്കിൽ ഈ യുവതിയുടെ മൊഴിക്ക് നിയമസാധുത കൈവരണം. അതിനാദ്യം അന്വേഷണ സംഘം, പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി രേഖപ്പെടുത്തിയ ശേഷം തുടർന്ന് അവരെ കൊണ്ട് 164 സ്റ്റേറ്റ്മെന്റ് അഥവാ മജിസ്ട്രേറ്റിന് മുമ്പിൽ രഹസ്യ മൊഴി കൂടി കൊടുക്കാൻ സന്നദ്ധയാണോ എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ആ നടപടിയിലേക്ക് കൂടി വൈകാതെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം കടക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. നൽകിയത് ആജ്ഞ രവീന്ദ്രനും ചേരുന്നു. ആജ്ഞ, മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കുമ്പോൾ നിയമപരമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ കൂടിയാണ് രാഹുൽ ഇതിനകത്ത് ഉന്നയിച്ചിരിക്കുന്നത്? ഏത് തരത്തിൽ കാണുന്നു നിയമവൃത്തങ്ങൾ? ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് നാളെയാണ് ഹർജി പരിഗണിക്കാൻ ഹൈക്കോടതി നീക്കിവച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യത ഏറെ. അതുകൊണ്ടും അതിനൊപ്പം ഒരു നോട്ട് ടു അറസ്റ്റ് കൂടി പരിഗണിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യം നിർണായകമാണ്. കഴിഞ്ഞ 9 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. അതിന് കോൺഗ്രസ് ഉൾപ്പെടെ ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്നുള്ള ആരോപണവും ശക്തമാണ്. പോലീസിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിന് സഹായം ലഭിക്കുന്നു. ഇത്തരത്തിൽ പോലീസിന് കൂടി ശക്തമായ വിമർശനം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ബലാത്സംഗ കേസും
നിർബന്ധിച്ച് ചിത്രം നടത്തി എന്നുള്ളതുമാണ് ഇതുമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇട്ടിരിക്കുന്ന എഫ്ഐആർ. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് അതിജീവിതം നേരിട്ട് നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രി തന്നെ പോലീസ് ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിൽ എടുത്തോളുമെന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ പോലീസിനെ ഇത് കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. 9 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ് എന്നുള്ള കാര്യവും പോലീസിനെതിരെ ശക്തമായ വിമർശനമാണ് പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യത്തിലും ഉന്നതനായതുകൊണ്ടും തെളിവുകൾ നശിപ്പിക്കേണ്ട സാധ്യതയുള്ളത് കൊണ്ടും ജാമ്യം നൽകാൻ കഴിയില്ല എന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. നേരിട്ട് ഹൈക്കോടതിയിൽ ജാമ്യത്തിനായി സമീപിക്കുന്ന ഒരു സാഹചര്യം ആദ്യമുണ്ടായിരുന്നു. പക്ഷേ ഇത്തരം ജാമ്യ ഹർജികൾ സെഷൻസ് കോടതി വഴി പരിഗണിക്കണം, അതിനുശേഷമേ ഹൈക്കോടതിയിൽ എത്താവൂ എന്നുള്ള സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് പിന്നീട് ഹൈക്കോടതിയിൽ നിന്നും സെഷൻസ് കോടതിയെ സമീപിക്കുകയും സെഷൻസ് കോടതി ഈ ജാമ്യം നിഷേധിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായതും തുടർന്ന് ഇപ്പോൾ ഹൈക്കോടതിയിൽ വീണ്ടും ജാമ്യ ഹർജി പരിഗണിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്ന ജാമ്യം ലഭിക്കാനുള്ള ഹർജി സബ്മിറ്റ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് അഡ്വക്കേറ്റ് എസ് രാജീവാണ് ഈ കേസ് ഹർജി കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിനിധീകരിച്ച് കോടതിയിൽ ഹാജരാകുന്ന സാഹചര്യമുള്ളത്. എന്തായാലും നാളെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഹർജി പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. നാളെ ഈ ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയാവും. അതേസമയം കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിലാകുമെന്നൊരു അഭ്യൂഹം പരന്നിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാതെ നേരെ ഹൈക്കോടതിയെ സമീപിക്കുന്ന നീക്കമാണ് ഉണ്ടായത്. നിർണായകമായി മോദി പുടിൻ കൂടിക്കാഴ്ച 2030 ഇരു രാജ്യങ്ങളും തമ്മിൽ $100 ബില്യൺ വ്യാപാരം നടത്തുമെന്നാണ് പ്രഖ്യാപനം. താരിഫ് ഭീഷണി മറികടക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. കൂടംകുളത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയം റഷ്യയുടെ സഹായത്തോടെ നിർമ്മിക്കും. വാക്സിൻ നിർമ്മാണം, ഇലക്ട്രിക് വാഹന നിർമ്മാണം, പ്രതിരോധ മേഖല, സാമ്പത്തിക സഹകരണം തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം വിപുലമാക്കാനും ധാരണയായി. बिजनेस हो या डिप्लोमेसी, किसी भी साझेदारी की नींव आपसी विश्वास है. भारत रूस संबंधों की सबसे बड़ी शक्ति यही विश्वास है. ये हमारे साझे प्रयासों को दिशा भी देता है और गति भी देता है. At the same time, it's obvious that there are vast opportunities for further increase of bilateral trade and investment. Russia and India. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നു. അഭിലാഷ്, തൊഴിൽ, കുടിയേറ്റം അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട മേഖലകളിലടക്കം കരാറുകൾ ഒപ്പുവെച്ചിരിക്കുന്നു. ഏത് തരത്തിലുള്ള ഒരു ഉറപ്പ് കൂടിയാണ് ഇന്ത്യ റഷ്യ ബന്ധവുമായി ബന്ധപ്പെട്ട് ഈ കൂടിക്കാഴ്ചയിലൂടെ പുറത്തേക്ക് വരുന്നത്? മറ്റ് പ്രധാനപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ്? അപർണ, ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തോടുകൂടി തന്നെ അമേരിക്ക ഇന്ത്യ റഷ്യ ബന്ധത്തിൽ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നു. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിലടക്കം വലിയ രീതിയിലുള്ള താരിഫ് ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തുന്നൊരു സാഹചര്യമുണ്ടായി. മാത്രമല്ല റഷ്യയും യുക്രൈനുമായിട്ടുള്ള യുദ്ധം നിർത്തുന്നതിന് വേണ്ടി അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് നേരിട്ടുള്ള ഇടപെടലുകളും നടക്കുന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇരു നേതാക്കളും തമ്മിൽ സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിർണായകമായ കാര്യങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ രാജ്യത്തോട് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട് സർവ്വ മേഖലകളിലും വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നടത്താനും ഒരുമിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകാനും ഇരു നേതാക്കളും തമ്മിൽ തീരുമാനിച്ചിരിക്കുന്നു. 2030 $100 ബില്യൺ വ്യാപാരം ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തുന്നതിനുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല രാജ്യത്തിൻ്റെ പ്രതിരോധം തുടങ്ങി മറ്റ് എല്ലാ മേഖലകളിലും വലിയ രീതിയിലുള്ള സഹായങ്ങൾ റഷ്യയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതിനിയും തുടരും. ഇന്ത്യയുടെ എക്കണോമിക്ക് വേണ്ടി, ഇന്ത്യൻ എക്കണോമി വലുതാക്കുന്നതിന് വേണ്ടി, വളർത്തുന്നതിന് വേണ്ടി എല്ലാവിധ സഹകരണങ്ങളും റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളതാണ് വ്ളാഡിമിർ പുടിൻ്റെ പ്രസ്താവന. മാത്രമല്ല നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ സുഹൃത്താണ് റഷ്യ. ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 80 വർഷങ്ങളായി തുടരുന്ന സൗഹൃദമാണ് നിലനിന്ന് പോകുന്നത്. അതിനിയും ഊട്ടിയുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇരു രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. മാത്രമല്ല
മാത്രമല്ല പുടിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന, നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിലെ കൂടംകുളം ആണവ നിലയം ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയമാക്കി മാറ്റുന്നതിനുള്ള സംവിധാനങ്ങൾ റഷ്യയുടെ സഹായത്തോടെ കൊണ്ടുവരും. ഇപ്പോൾ നിലവിൽ 6 അഭിലാഷ് രാധാകൃഷ്ണൻ, മോദി ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് കൂടിയാണ് വ്ളാഡിമിർ പുടിൻ പ്രതികരിച്ചത്. ഇൻഡിഗോ സർവീസുകൾ മുടങ്ങുന്നത് വ്യോമയാന മേഖലയെ ബാധിച്ചതോടെ പൈലറ്റുമാരുടെ ഡ്യൂട്ടി സംബന്ധിച്ച വ്യവസ്ഥകളിൽ ഭാഗിക ഇളവുമായി വ്യോമയാന മന്ത്രാലയം. ആഴ്ചയിലെ അവധി വിശ്രമ സമയമായി കണക്കാക്കാനാകില്ല എന്ന നിർദ്ദേശമാണ് പിൻവലിച്ചത്. ഇന്നും 700ഓളം സർവീസുകൾ റദ്ദാക്കിയതോടെ നിരവധി യാത്രക്കാർ വലഞ്ഞു. നെടുമ്പാശ്ശേരിയിലടക്കം പല വിമാനത്താവളങ്ങളിലും യാത്രക്കാർ പ്രതിഷേധിച്ചു. ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ സർവീസുകളും അർദ്ധരാത്രി വരെ റദ്ദാക്കി. അതേസമയം ഇൻഡിഗോ പ്രതിസന്ധി അവസരമാക്കി വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടുകയും ചെയ്തു. വിമാനങ്ങൾ റദ്ദാക്കിയതിൽ ഉന്നതതല അന്വേഷണത്തിന് വ്യോമയാന മന്ത്രാലയം ഉത്തരവിട്ടു. യാത്രക്കാരുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് വ്യോമയാന മന്ത്രാലയം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നു. ഇൻഡിഗോ വിമാനങ്ങൾ റദ്ദാക്കിയതോടെ വിവാഹ സൽക്കാരത്തിൽ നേരിട്ടെത്താനാവാതെ ഒരു നവദമ്പതികൾ. വരനും വധുവും ഭുവനേശ്വറിൽ നിന്നും സൽക്കാരത്തിന്റെ സമയത്ത് എത്തിച്ചേരുമെന്നാണ് അതിഥികളോട് അറിയിച്ചിരുന്നത്. എന്നാൽ വിമാനം റദ്ദാക്കിയതോടെ യാത്ര മുടങ്ങി. ഇതോടെ വേദിയിലൊരുക്കിയ വലിയ സ്ക്രീനിലൂടെ ഓൺലൈനായി അതിഥികളെ സ്വീകരിക്കുകയായിരുന്നു ഇരുവരും. ബംഗളൂരുവിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരായി ജോലി ചെയ്യുന്ന ഇരുവരും നവംബർ 23 ഭുവനേശ്വറിൽ വെച്ചാണ് വിവാഹിതരായത്. പുതിയ വായ്പാ നയം പ്രഖ്യാപിച്ച റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റായി കുറച്ചു. നിലവിൽ റിപ്പോ നിരക്ക് 5.25% RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. ഫെബ്രുവരി മുതൽ പലതവണ 100 ബേസിസ് കുറച്ചതിന് ശേഷമാണ് ഈ നീക്കമെന്നും അദ്ദേഹം പറഞ്ഞു. പണപ്പെരുപ്പം താഴ്ന്ന നിലയിലെത്തിയതാണ് RBI പലിശ നിരക്ക് കുറയ്ക്കാൻ കാരണമെന്നും മൽഹോത്ര വ്യക്തമാക്കി. പൂർണ്ണഭാഗം ലൈവ്.